ഹായ് കൂട്ടുകാരെ, ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പച്ചക്കറിയൊന്നും കാണാത്ത ഒരു അവസ്ഥ വരും. ആ സമയത്ത് കുറച്ച് മുതിരയുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ പാലക്കാടൻ കൊള്ളുപുളി നമുക്ക് ചോറിനൊപ്പം എളുപ്പത്തിൽ വെച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്താം. ഒരു 3/4 ഗ്ലാസ് അളവിൽ മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല പോലെ വറുത്തെടുക്കാം. നല്ല മണം വരും, അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. വറുത്ത് കോരാം. ഈ ഒരു മുതിരക്കറി അഥവാ മുതിരപ്പുളി, കൊള്ളുപുളി പാരമ്പര്യമായി ഉണ്ടാക്കി പോരുന്ന ഒരു കറിയാണ്. പണ്ടുകാലത്ത് ഒരുപാട് മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു പുളി എല്ലാവർക്കും തികയും. അതുകൊണ്ടാണ് ഇത് പണ്ടുകാലം മുതലേ പട്ടിണി മാറ്റുന്ന ഒരു കറി കൂടിയാണിത്. ഇഷ്ടം പോലെ നമുക്ക് മുക്കി കൂട്ടാൻ പറ്റുന്ന ഒരു കറി. ഒരുപാട് കഷ്ണങ്ങൾ വേണ്ട, ഒരുപാട് പണിയില്ല, നാളികേരം അരയ്ക്കേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. മുത്തശ്ശിയും അമ്മയും ഒക്കെ ഇത് ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു മുതിര നല്ല പോലെ വറുത്തെടുക്കണം. നന്നായി ഇത് മൊരിഞ്ഞ് വരട്ടെ. ഈ ഒരു കറിക്ക് കോമ്പിനേഷനായിട്ട് ഞങ്ങൾ കൂട്ടാറുള്ളത് നങ്കിമീൻ വറ്റിച്ചത്, അല്ലെങ്കിൽ നങ്കിമീൻ വറുത്തത്. നങ്കിമീൻ എന്ന് പറഞ്ഞാൽ മാന്തൾ വറുത്തതും, അതല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി വെളുത്തുള്ളി ഇട്ടത്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അതാണ് ഇതിൻ്റെ കൂടെ ചോറിന് ഉപയോഗിക്കുക. അതുമല്ലെങ്കിൽ നല്ല സ്രാവ് മൊരിച്ചെടുത്തതാണ് ഈ ഒരു കറിയുടെ ഒപ്പം ഞങ്ങൾ കൂട്ടാറുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ തൊടിയിൽ മുതിര കൃഷി ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ പറിച്ചെടുത്ത മുതിരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഈ മുതിര കൊണ്ട് എൻ്റെ അമ്മ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കും. മുതിരപ്പുളി തേങ്ങ അരച്ചും വയ്ക്കും, തേങ്ങ അരയ്ക്കാതെയും വയ്ക്കും. അതുപോലെ കൊള്ളപ്പം, മുതിര കൊണ്ടുള്ള ഒരു പണിയാരമാണത്. കൊള്ളപ്പം ഉണ്ടാക്കും, അതും പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ മധുരക്കറി, മുതിരയിട്ടിട്ടുള്ള പായസത്തിനാണിത് പറയുന്നത്. പച്ചരിയൊക്കെ ചേർത്ത് വയ്ക്കുന്ന ഒരു പായസമുണ്ട്, പാലക്കാടൻ മധുരക്കറി. അതും ഈ കൊള്ളുകൊണ്ടാണ് വയ്ക്കാറുള്ളത്. പിന്നെ സ്വാദിഷ്ടമായ കൊള്ളുപ്പേരി ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതേപോലെ പിന്നെയുമുണ്ട് ഒരുപാട് ഈ കൊള്ളു കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ. കൊള്ള എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയായിട്ടാണ് വളരുക മുതിര. അത് പറിക്കാവുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ചെടി വേരോടുകൂടിയാണ് പറിച്ചെടുക്കുക. അപ്പോഴേക്കും നിലത്തെ വെള്ളമൊക്കെ വറ്റി മണ്ണ് ഇറുകി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ചളിയൊന്നും ഇതിൻ്റെ വേരിൽ പറ്റി പിടിക്കില്ല. ആ സമയത്ത് അത് പറിച്ചെടുത്ത് തല്ലിയാണ് ഈ മുതിര കൊഴിച്ചെടുക്കുന്നത്. പിന്നെ അതിൽ നല്ല കല്ലുള്ളത് ഈ മണ്ണോടുകൂടി പറിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതിൽ കല്ല് കാണുന്നത്. ഇപ്പം പിന്നെ കല്ലൊക്കെ കളഞ്ഞാണ് മാർക്കറ്റിൽ ഇത് വരാറുള്ളത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ധാരാളം കല്ലുള്ള മുതിരയാണ് ഞങ്ങൾ ചേറി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മുതിര ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ലൊരു കളറായിട്ടുണ്ട്, നല്ലൊരു മണവും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇളം ചൂടോടുകൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. പൊടിയുമ്പോൾ അത് പകുതി പകുതിയായി വരുന്ന സമയമാണ്. അതിനാണ് ഞാനിങ്ങനെ ചതച്ചെടുക്കുക എന്ന് പറയുന്നത്. ഒന്ന് വേർപെടണം. ഈ മുതിര മുഴുക്കനെ കിടക്കാൻ പാടില്ല, പുളിയിൽ ഒന്ന് വേർപെട്ട് കിട്ടണം. ഈ മുതിര കഴിക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. കുതിര ശക്തിയാണ് മുതിര നൽകുക എന്നും കൂടി പറയട്ടെ. മുതിര കഴിക്കാൻ പറ്റുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലവും മഞ്ഞുകാലവുമാണ്. വേനൽക്കാലത്ത് ഇത് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് നല്ല ചൂട് തരുന്ന ഒരു ഭക്ഷണമാണ്. ഇത് കഴിച്ചാൽ ചൂടാണ് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുക. ഇനി ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് കൂടി പറയാം. ഗർഭിണികൾ ആദ്യത്തെ ഒരു 6 മാസം ഇത് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ചൂട് കാരണം ഗർഭസ്ഥ ശിശുവിന് പ്രശ്നങ്ങളുണ്ടാവാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഗർഭിണിയാവുന്ന സമയത്തൊക്കെ ഇത് കഴിക്കുമ്പോൾ ഗർഭം അലസാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല
ഇത് വേനൽക്കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നീറിപ്പുകച്ചിലാണ്, നെഞ്ഞ് നീറുക, ഗ്യാസ് കയറുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഏറ്റവും നല്ലത് തണുപ്പ് കാലത്ത് കഴിക്കുക എന്നുള്ളതാണ്. അതും കൂടി പറയട്ടെ. ഇനി നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. മുതിര ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ വേവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. വറുത്ത മുതിര വേഗം വെന്ത് കിട്ടും. ഇനി ഇത് കഴുകിയ ശേഷം മാത്രമേ നമുക്ക് കറി വെക്കാൻ പറ്റുകയുള്ളൂ. ഇത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം, കാരണം ഇത് കടയിൽ നിന്നും വാങ്ങുന്നതാണ്. അപ്പം ഞാൻ അത് കഴുകാതെയാണ് വറുത്തെടുത്തത്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി കൂടി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാകം ചെയ്യാനുള്ള ചട്ടിയും റെഡിയാണ്. കഴുകുന്നതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തോലെല്ലാം മുകളിലേക്ക് വരും. ആ തോലൊക്കെ നമുക്ക് കഴുകി കളയാനും പറ്റും. തോല് കളഞ്ഞ ശേഷം അതിൻ്റെ പരിപ്പ് മാത്രം നമുക്ക് എടുക്കാം. പാറി വരുന്നതൊക്കെ ഇതിൻ്റെ തോലാണ്. ആ തോല് നമുക്ക് കളയാം. അത് നമുക്ക് വയറുവേദന ഉണ്ടാക്കും ഈ തോല്. അത് റാഗിയുടെ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ഈ ഒരു തോല് നമുക്ക് കളയാം. 2 വട്ടമെങ്കിലും കഴുകണം. ഈ പാറി വരുന്ന തോലൊക്കെ മുഴുവനായിട്ടും നമുക്ക് കളഞ്ഞു മാറ്റാം. ഇതിൻ്റെ തോലൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുതിരയുടെ പരിപ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഉള്ളി മരിച്ചെടുക്കുകയാണ്. നമ്മുടെ മുതിരപ്പുളിക്ക്, കൊള്ളുപ്പുളിക്ക് വേണ്ട ഉള്ളി. ഞാൻ ഈ പഴയ ചീനച്ചട്ടികളൊന്നും കളഞ്ഞിട്ടില്ല. ഇതൊക്കെ പഴയ ആളുകളുടെ ഓർമ്മയാണ്. ഇതിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് നല്ല രുചിയും ആണ്. ഉള്ളി നമ്മൾ മൊരിച്ചെടുത്ത് കറിയിൽ കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടി കൊള്ളുപുളിക്കൊരു മണം കിട്ടും. ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ 2 തക്കാളി കൂടി കൊടുക്കുകയാണ്. അതും നല്ല പോലെ മൊരിഞ്ഞ് വരട്ടെ. ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി മൊരിഞ്ഞ് വരട്ടെ. മുതിരയുടെ പരിപ്പ് നമുക്ക് പാകം ചെയ്യേണ്ട ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം പാർന്നു കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. കരിയാതെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല പോലെ വേവട്ടെ. ഉള്ളിയും തക്കാളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാൻ എടുത്തു വെച്ചിട്ടുള്ള മുതിരപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് സമയമെടുക്കും. വേവുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊന്തിച്ചാടി പോകും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പ്ലേറ്റ് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ആഹാ, പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി ഏറാതിരിക്കാൻ ശ്രദ്ധിക്കണം, കുറയാതിരിക്കാനും ശ്രദ്ധിക്കണം. പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പുളി ഇല്ലാത്ത പുളി ഒരു രസവും ഉണ്ടാവില്ല. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ തന്നെ ഇത് കൊള്ളുപുളിയാവുള്ളൂ. ആഹാ, കൂട്ടാനിപ്പോൾ നല്ലൊരു പരുവായി മണത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളക്കട്ടെ. ഈ ഒരു കൊള്ളുപുളി അലുമിനിയം ചട്ടികളിലൊന്നും വെക്കാൻ പാടില്ല, മൺചട്ടിയിൽ തന്നെ വെക്കണേ. കാരണം പുളി ആയതുകൊണ്ട് ലഘുവുമായത് പ്രവർത്തിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. കൊള്ളുപുളിയിലേക്ക് വറുത്തിടുന്നതിനായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മുളകും, ഒരു വറ്റൽ മുളകും, കുറച്ച് കറുവപ്പലയും വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊള്ളുപുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
കടുകും വറ്റൽമുളകും കറുവേപ്പിലയും ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ആഹാ, നല്ല മണമാണ് ഈ പുളിക്ക്. ഇത് തീർച്ചയായും ഉണ്ണികൾക്ക് ഇഷ്ടപ്പെടും. ഇതിനൊപ്പം നല്ലൊരു ഉപ്പേരിയോ മീൻ വറുത്തതോ നമുക്ക് കൂടെ ചേർത്ത് കഴിക്കുകയും ചെയ്യാം. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.